ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി അനിൽകുമാറിന്റെ സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നു. ഇടുക്കി നെടുങ്കണ്ടത്തു നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അനിൽകുമാറിന്റെ സുഹൃത്തുക്കളുടെ പട്ടിക അന്വേഷണ സംഘം തയ്യാറാക്കി. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനീഷ്, ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്യുന്നത് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണോ, അതോ കൂടുതൽ വിവരങ്ങൾക്കായി മാത്രം? അനിൽകുമാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായോ, അയാളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന കാര്യത്തിലൊക്കെ? സ്മിത, ഈ കൊലപാതക കേസ് സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇന്നലെ രാത്രി മാത്രം 14 പേരെ അനിൽകുമാറിന്റെ സുഹൃത്തുക്കളെ സ്റ്റേഷനിൽ എത്തിച്ച് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ പുലർച്ചെയാണ് മറ്റൊരു ജില്ലയിൽ നിന്നും, അതായത് ഇടുക്കി നെടുങ്കണ്ടത്ത് നിന്നും ഒരാളെ പോലീസ് ഇന്ന് പുലർച്ചെയോടെ ആലപ്പുഴ മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. 15 വർഷങ്ങൾക്ക് മുൻപ് അനിൽകുമാറിനുണ്ടായിരുന്ന ബന്ധങ്ങളെപ്പറ്റി പോലീസ് അന്വേഷിച്ച ഘട്ടത്തിലാണ് അനിൽകുമാർ ആ സമയത്ത് ഒരു സ്പിരിറ്റ് ലോറിയിലെ ഡ്രൈവർ ആയിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പല ജില്ലകളിലുള്ള ആളുകളുമായി ആ സമയത്ത് സൗഹൃദമുണ്ടായിരുന്നു. അതിൽ ആ സമയത്ത്, അതായത് അനിൽകുമാർ അന്ന് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് നാട്ടിലെത്തിയപ്പോൾ ബന്ധപ്പെട്ട ചില സുഹൃത്തുക്കളും ഒരു പട്ടിക തയ്യാറാക്കിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു സുഹൃത്തിനെ നിലവിൽ പോലീസ് ചെയ്തത്. ഇയാളിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ നിലവിൽ പ്രതിപട്ടികയിലേക്ക് ചേർക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മൊഴികളോ ഇയാളുടെ കാര്യത്തിൽ ഉള്ള കാര്യം പോലീസ് പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ അതീവ രഹസ്യമായിട്ടാണ് പോലീസ് സംഘം ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. 3 സംഘങ്ങളായി തിരിച്ചു. 3 പ്രതികളെയും 3 പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ പരിധിയിലെ 3 പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടം സെപ്റ്റി ടാങ്കിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയതിൽ കാര്യമായ അവശിഷ്ടങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പുറത്ത് വിടുന്നില്ലെങ്കിൽ കൂടി അത്തരം വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സാധ്യതകൾ മങ്ങി. ഒപ്പം തന്നെ ഈ മേസ്തിരി പണിക്കാരനായതുകൊണ്ട് തന്നെ ഇയാൾ വീടിൻ്റെ പരിസരത്ത് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മാണം നടത്തി മൃതദേഹം മറ്റുള്ള പ്രതികൾ അറിയാതെ മാറ്റിയിട്ടുണ്ടോ എന്ന സാധ്യത കൂടി തള്ളാതെ പോലീസ് പല സ്ഥലങ്ങളിലും ഇതിനോടകം ഇന്നലെ രാത്രിയിലും ഒക്കെ തന്നെ പരിശോധന നടത്തി. ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ 3 പേരുടെയും വീടുകളിലും പരിസരത്തും പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ അത് കടമ്പകളേറെയാണ്. അതായത് എന്തെങ്കിലും നോട്ടീസുകൾ അയച്ച് CBI മുഖേന ബന്ധപ്പെട്ട് ഇന്റർപോളുമായി ബന്ധപ്പെട്ട് ബ്ലൂ കോർണർ നോട്ടീസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒത്തിരി കടമ്പകളുണ്ട്. അതിന് കാലതാമസം നേരിട്ടതുകൊണ്ട് അതല്ലാതെ വീട്ടുകാർ മുഖേന തന്നെയുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ മുതിരുന്നത്. പക്ഷേ അനിൽകുമാർ എത്താത്തത് കൊണ്ട് തന്നെ ഇത്തരം കേസിലെ പല ചോദ്യങ്ങളും പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ സുഹൃത്തുക്കളുടെ പട്ടിക ഉണ്ടാക്കി അങ്ങനെ പല ആളുകളെയും ചോദ്യം ചെയ്തത്. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരാളെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോഴാണ്. അയാളെ ഇന്ന് പുലർച്ചെ ഇവിടെ എത്തിച്ച് മാന്നാർ പോലീസ് സ്റ്റേഷനിലാണ് അയാളെ ചോദ്യം ചെയ്യുന്നത്. രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. എന്തായിരിക്കും ഇനി പോലീസിന്റെ നീക്കമെന്ന കാര്യത്തിൽ കൂടി വലിയ ആശങ്കയുണ്ട്. മനീഷ് മഹിപാലാണ് വിവരങ്ങളുമായി ചേർന്നത്. ഒന്നാം പ്രതി അനിൽകുമാറിന്റെ സുഹൃത്തിനെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഇടുക്കി നെടുങ്കണ്ടത്തു നിന്നാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു.